ദേശാഭിമാനിയിൽ പ്രവർത്തിക്കുന്ന KR അജയൻ എന്ന് പറയുന്ന ആൾ ഒരു ലേഖനം എഴുതുന്നു. ലേഖനത്തിൻ്റെ പേര് കള്ളൻ വിജയൻ. ഈ കള്ളൻ വിജയൻ എന്ന് പറയുന്ന ആൾ കള്ളനല്ല. അതാണ് എൻ്റെ ഒരു തമാശ. വളരെ രസകരമാണ്. കേരളത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും വിവരാവകാശത്തിന് വേണ്ടിയും അറിയാനുള്ള അവകാശത്തിന് വേണ്ടിയും ജനാധിപത്യത്തിൻ്റെ സർഗാത്മകതയ്ക്ക് വേണ്ടിയും മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് സംവിധാനങ്ങളെ വിശ്വാസവായു പോലെ കൊണ്ടു നടക്കുന്നതിനും ഉണ്ടപ്പൊരി, മലപ്പുറം കത്തി, കാസർഗോഡ് കാതർഭായി, എന്തൊക്കെയാണ് സ്വരാജേ, എന്തൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരായ ഞങ്ങൾ മറ്റൊരാൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മോദി എതിർക്കുമ്പോൾ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കോൺഗ്രസ് ഇല്ലായ്മ ചെയ്യുമ്പോൾ, ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരായി ഇതാ ആവിഷ്കരിച്ചിരിക്കുന്നു, പുനരാവിഷ്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ തിരുമുറിവും അതുപോലെ തന്നെ മുഴുവൻ പുസ്തകങ്ങളും എല്ലാം വരട്ടെ, KR മീരമാർ എഴുതട്ടെ, ദിഗന്ധങ്ങൾ മുഴങ്ങട്ടെ, ബോംബുകൾ വർഷിക്കട്ടെ. എന്നാ ഉണ്ടപ്പൊരിയായിരുന്നു എൻ്റെ പ്രിയ സഹാവേ. KR അജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സ്വന്തം അച്ഛൻ ഒരു വിജയൻ എന്ന് പറയുന്ന പുല്ലമ്പാറ, തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ട, കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് പുല്ലമ്പാറ പഞ്ചായത്ത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അവർ തമ്മിലടിച്ചതുകൊണ്ട് പഞ്ചായത്ത് പോയി, അത് വേറെ കാര്യം. അല്ലെങ്കിൽ അവിടെ കോൺഗ്രസ്സിന് വലിയ ഒരുപാട് സീറ്റുള്ള സ്ഥലമല്ല ഇപ്പോൾ, പക്ഷേ ഭരിക്കുന്ന കോൺഗ്രസ്സാണ് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ. പക്ഷെ പുല്ലമ്പാറ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കോട്ടയും കൂടിയാണ്. അവിടെ ഒരു വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, നാടക പ്രവർത്തകനാണ് അദ്ദേഹത്തിന് കൊച്ചിലെ അച്ഛൻ വിളിക്കുന്ന കള്ള എന്ന് വിളിക്കണം, അല്ലാതെ സ്നേഹം കൊണ്ട് വിളിക്കണം, സ്നേഹക്കള്ളനാണ്, അല്ലാതെ യഥാർത്ഥ കള്ളനല്ല. അങ്ങനെയുള്ള കള്ളൻ വിജയനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വന്നു. ഈ KR അജയനാണ് ആർട്ടിക്കിൾ എഴുതിയത്. ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച ഇറങ്ങേണ്ടിയിരുന്ന ലാസ്റ്റ് പേജ് ആർട്ടിക്കിളാണ്. ഇതിൽ കള്ളൻ വിജയൻ എന്ന് കിടക്കുന്നത് കൊണ്ട് അത് പിണറായി വിജയനായിരിക്കുമെന്ന് സ്വരാജിനും ടീമിനും തോന്നി. എന്താ ചെയ്യാൻ പറ്റും? ഇതേ സ്വരാജാണ് 4-5 വർഷം മുമ്പ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് VS അച്യുതാനന്ദനെതിരെ പറഞ്ഞുവെന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദമായി. അവസാനം അത് VS തന്നെ ഏറ്റെടുത്തു. ഏതോ ഒരു പയല് എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നു, എനിക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തരണമെന്ന്. ആ പയല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെന്ന് പയലിനറിയില്ല. അയാൾ ക്രൂഷ്ചേവിൻ്റെയും ലെനിൻ്റെയും കാറൽ മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും സ്റ്റാലിൻ്റെയും ഒക്കെ പാർട്ടിയായ ഈ പാർട്ടിയെക്കുറിച്ച് അവനൊരു ചുക്കും അറിയില്ല. അവൻ പൊട്ടൻ, മരപ്പൊട്ടൻ എന്നൊക്കെ സ്വരാജിനെക്കുറിച്ച് വളരെ മോശമായി പിണറായി വിജയൻ സഖാവ്, VS അച്യുതാനന്ദൻ സഖാവ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചെന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാണ്, എന്നെക്കൊണ്ട് അത് പറ്റുന്ന പണിയല്ല, എന്നാലും ഒരു ശ്രമം നടത്തിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വരാജ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മൊത്തം എടുത്ത് വിഴുങ്ങിയിരിക്കുന്ന മനുഷ്യൻ കള്ളം പറയുന്നു, പച്ചയ്ക്ക് കള്ളം പറയുന്നു. ലേഖനം എഴുതിയ ആൾ പറയുന്നു ലേഖനം ഉണ്ടെന്ന്, ലേഖനത്തിലെ കഥാപാത്രം പറയുന്നു എൻ്റെ നിന്ന് വിവരം വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ട്, ലേഖനം ഉണ്ടാകാം എന്ന് പറഞ്ഞു. എഴുതിയ ആൾ റിപ്പോർട്ട് കൊടുത്തു, എനിക്ക് ഇതിനകത്ത് പ്രശ്നമില്ല, അല്ലെങ്കിൽ എഴുതിയത് വലിയ വിവാദ ലേഖനമല്ല, അതിനകത്ത് ഒരു വരി പോലും അങ്ങനെ ദേശാഭിമാനിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ വിവാദം എഴുതിയ എന്നെ നിങ്ങൾ വച്ചേക്കും, അടിച്ചു കൊന്നു കളയത്തില്ലേ? ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് പുറത്തല്ലേ, അകത്തിതൊന്നും പറ്റില്ലല്ലോ. എന്തായാലും ദേശാഭിമാനി വാരാന്ത വിവാദത്തിന് മറുപടി നൽകി ചുമതലയുണ്ടായിരുന്ന ന്യൂസ് എഡിറ്റർ KR അജയൻ കള്ളൻ വിജയൻ ഫീച്ചറിൽ പാർട്ടി വിരുദ്ധതയില്ലെന്നും തലക്കെട്ടിൽ പ്രശ്നമുള്ളതായി തോന്നുന്നില്ലെന്നുമായിരുന്നു വിജയൻ്റെ മറുപടി. ഏറ്റവും മികച്ചതെന്ന നിലയിൽ നിന്നാണ് കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ PO എന്ന പേരിൽ തലക്കെട്ട് നൽകിയത്. അപ്പോൾ നല്ല തലക്കെട്ടാണ് കേട്ടോ. കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ PO. എത്ര മനോഹരമായൊരു ടൈറ്റിലാണ്. തെറ്റുപറ്റിയതായി തോന്നുന്നുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നും വിശദീകരണക്കുറിപ്പിൽ അദ്ദേഹം പാർട്ടിക്ക് കത്തെഴുതി. വിഷയത്തിൽ പാർട്ടി ഇടപെടുകയും KR നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. 4 മണിക്ക് മുമ്പ് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് പ്രകാരമാണ് വിജയൻ്റെ മറുപടി കൊടുത്തത്. ഞായറാഴ്ച ദേശാഭിമാനി വാരാന്ത പ്രസിദ്ധീകരിക്കാതിരുന്നത് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പാർട്ടിയുടെ ഇടപെടൽ. യഥാർത്ഥത്തിൽ സാധാരണ നിലയിൽ ഞായറാഴ്ച പത്രത്തോടൊപ്പം പുറത്തിറങ്ങേണ്ടുന്നതാണ് വാരാന്ത പതിപ്പ്. അതിൽ കഴിഞ്ഞ ദിവസം വാരാന്ത പതിപ്പ് പുറത്തിറങ്ങിയില്ല. അച്ചടിച്ച ശേഷമായിരുന്നു വാരാന്ത പതിപ്പ് പുറത്തിറങ്ങാതിരുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു ദേശാഭിമാനിയുടെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ VS അച്യുതാനന്ദൻ്റെ ചരമവാർഷികമായി ബന്ധപ്പെട്ട ലേഖനമാണ് വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കാരണമെന്ന് വാർത്തകളും ഉയർന്നു. കാരണം അതിൻ്റെ ഫസ്റ്റ് പേജിൽ VSനെ കുറിച്ചുള്ള KV സുധാകരൻ്റെ ഒരു വലിയ ലേഖനവും ഉണ്ടായിരുന്നു. ഇതോടെ വാരാന്ത കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടെ അച്ചടിച്ച ലേഖനമാണ് പ്രസിദ്ധീകരിക്കാൻ കാരണമെന്നാണ് ദേശാഭിമാനി വിശദീകരിച്ചു.
ആയിട്ടായിരുന്നു വിശദീകരണം വന്നത്. ഇതിന് പിന്നാലെ പ്രതികരിച്ചുകൊണ്ട് റെസിഡന്റ് എഡിറ്റർ കൂടായ CPM മുതിർന്ന നേതാവ് M സ്വരാജ് രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് പച്ച നുണ, പച്ചക്കള്ളം. വിവാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ലെന്നും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ വരുന്നതെന്നുമാണ് സ്വരാജ് പറഞ്ഞത്. VSനെ പോലെ ഒരാളെ ഇത്തരം വിവാദങ്ങളുടെ പേരിൽ വഴിച്ചിരിക്കരുത്. വാരാന്ത പതിപ്പ് അച്ചടിച്ചിട്ടില്ല എന്നതാണ് വസ്തുതയാണ്. ശരിക്കും അച്ചടിച്ചു, അച്ചടിച്ചതിന് ശേഷമാണ് വിതരണം ചെയ്യാത്തത്. ഇനി അച്ചടിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് അച്ചടിച്ചില്ല എന്നും സ്വരാജ് പറയണം. അല്ലാതെ അച്ചടിക്കാതിരുന്നത്, ഒരു യൂണിറ്റിൽ സ്വകാര്യ പ്രസിൽ നിന്നാണ് അവിടെ യന്ത്ര തകരാറുണ്ടായതോടെ സമയബന്ധിത പത്രം അച്ചടിക്കുന്നതിൽ പ്രശ്നമുണ്ടായി. ഇതൊക്കെ പച്ചവെള്ളം കുടിക്കാതെ, തൊണ്ട വിഴുങ്ങാതെ, പച്ചവെള്ളം പോലും കുടിക്കാതെ ഇത് വിഴുങ്ങണമെന്ന് പറഞ്ഞാൽ സ്വപ്പ പ്രയാസമുണ്ട് സഖാവേ. VSൻ്റെ അനുസ്മരണം ഒഴിവാക്കിയെന്ന ഹീനമായ വാർത്തയാണ് ചിലർക്ക് നൽകിയെന്നും കള്ളൻ വിജയൻ ലേഖനം ദേശാമൻ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെയാണ് രണ്ടാമത്തെ കള്ളം. കള്ളൻ വിജയൻ എന്നൊരു ലേഖനം ദേശാമൻ ഇല്ലെങ്കിൽ എന്തിനാണ് KR അജയന് നോട്ടീസ് കൊടുത്തത്? ചുമ്മാ ഒരു നോട്ടീസ് ഇരിക്കട്ടെ. രാവിലെ എഴുതിച്ചപ്പോൾ KR അജയനെതിരെ ഒരു നോട്ടീസ് കൊടുക്കണമെന്ന് തോന്നി, നോട്ടീസ് കൊടുത്തു. തലക്കെട്ടിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നോട്ടീസിന് മറുപടിയും അജയകുമാർ കൊടുത്തു. ആ വിഷയത്തിലാണ് KR അജയൻ കൊടുത്ത ആ വിഷയത്തിലാണ് സ്വരാജ് ഉരുളുന്നത്. സ്വരാജിൻ്റെ അവകാശവാദത്തിൻ്റെ നാടക പ്രവർത്തനം വിജയൻ രംഗത്തെത്തി. ഫീച്ചർ ചെയ്യുന്നതിനായി ദേശാമാനിയിൽ നിന്നും 2 പേർ വീട്ടിൽ വന്നിരുന്നുവെന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാണ് മടങ്ങിയതെന്നും വിജയൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കള്ളൻ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കള്ളൻ വിജയൻ ധന്യ നാടകഗ്രാമം മുത്തിപ്പാറ PO എന്ന പേരിൽ വാരാന്ത പതിപ്പിൻ്റെ അവസാന പേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ലേഖനത്തിൽ പരാമർശിക്കുന്നത് പുല്ലമ്പാറയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഒരു നാടകഗ്രാമത്തെയും അതിൻ്റെ ഉടമ S വിജയകുമാറിനെയും കുറിച്ചാണ്. നാട്ടിൽ കള്ളൻ വിജയൻ എന്ന പേരിലാണ് S വിജയൻ അറിയപ്പെടുന്നത്. അത് സ്നേഹപ്പേരാണ്. ഒരാഴ്ചയാവും വന്നിട്ട് 2 പേരാണ് വന്നത്. എന്നോട് കാര്യങ്ങളെല്ലാം തിരക്കുകയും ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഫോട്ടോ ആവശ്യപ്പെട്ടിരുന്നു. 2 ദിവസത്തിനിടെ അത് അയച്ചു കൊടുത്തു. ഗ്രൂപ്പ് ഫോട്ടോയാണ് അയച്ചു കൊടുത്തത്. S വിജയൻ അത് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ദേശാമാൻ S വിജയൻ്റെ ജീവിത ലേഖന ശ്രമം നടത്തിയിരുന്നതായി വ്യക്തമായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് അത് വാങ്ങിച്ചു എന്നുള്ളത് മാത്രമല്ല, KR അജയൻ ഇതിനകത്തൊരു മറുപടി കൊടുത്തു എന്നുള്ളതാണ് പ്രധാനം. ആ മറുപടി കൊടുത്തതിന് ശേഷവും പിന്നും സ്വരാജ് പറയുകയാണ് ഇങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സ്വരാജെ, നിങ്ങൾ കള്ളം പറയരുത്. ആഫ്റ്റർ ആൾ യു ആർ എ വെരി സീനിയർ ലീഡർ ഓഫ് CPM സ്റ്റേറ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഓർ സ്റ്റേറ്റ് കമ്മിറ്റി, ആൻഡ് you have a very good future in your party and also in the parliamentary section. പാർലമെൻ്ററി മേഖലയിലും നിങ്ങൾക്ക് വലിയ സാധ്യതയുള്ളൊരു നേതാവാണ്. നിങ്ങൾ പാർട്ടിയുടെ ആചാര്യനാണ്, താത്വിക ആചാര്യനാണ്. ഇപ്പോൾ രാജീവ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആത്മനിഷ്ഠാ ഘടകങ്ങളും വ്യക്തിനിഷ്ഠാ ഘടകങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ താങ്കൾ എവിടെ നിൽക്കുന്നു എന്നതനുസരിച്ചാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.